മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒന്നാണ് സൂക്ഷ്മദർശിനി. ബേസിൽ ജോസഫ്, നസ്രിൻ നസീം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെന്ന ചിത്രം സംവിധാനം ചെയ്തത് MC ആണ്. നടിയിൽ നിന്ന് നിർമ്മാതാവിന്റെ കുപ്പായം അണിയാൻ ഒരുങ്ങുകയാണ് താരം. ഹണി തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഹണിറോസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിലാണ് നടത്തിയത്. ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും AVA പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ സമീർ താഹിർ, ഷൈജു ഖാലിദ്, AV അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതിലും ചേർന്നാണ്. ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റ്യോ സേവറാണ്. നസ്രിയയും ബേസിലും നായികയും നായകനുമായി ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ ദീപക് പറമ്പിൽ, സിദ്ധാർത്ഥ് ഭരതൻ, കോട്ടയം രമേശ്, അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ് തുടങ്ങിയവരാണ്. തെന്നിന്ത്യൻ നായിക ഐശ്വര്യലക്ഷ്മിയുടെ ഏറ്റവും പുതിയ സിനിമയായ ഹലോ മമ്മി നാളെ തിയേറ്ററിൽ എത്തുകയാണ്. വൈശാഖ് അലൻസ് ആണ് സംവിധാനം ചെയ്യുന്നത്. ഫാന്റസി ഹൊറർ കോമഡി എന്റർടൈനർ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഷർഫുദ്ദീനാണ് ചിത്രത്തിലെ നായകൻ. ഐശ്വര്യലക്ഷ്മി ഇതുവരെ അവതരിപ്പിച്ച വേഷങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രമായിട്ടാണ് ഇത്തവണ എത്തുന്നത്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിൽ റേച്ചൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഐശ്വര്യ തന്റെ അഭിനയ ജീവിതത്തിൽ തുടക്കമിട്ടത്. മായാനദി താരത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യ ചിത്രത്തിൽ നിവിൻ പോളിയുടെയും രണ്ടാമത്തെ ചിത്രത്തിൽ ടൊവിനോ തോമസിന്റെയും നായകനായി. താരത്തിന്റെ ഒടുവിലായി പുറത്തിറങ്ങിയ മലയാള ചിത്രം ദുൽഖർ സൽമാൻ നായകനെത്തിയ കിങ് ഓഫ് കൊത്തയാണ്. ഇതിനിടയിൽ തമിഴ് ഗാർഗി, ഗാട്ടാ ഗുസ്തി, പൊന്നിയിൽ സെൽവൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിലും തെലുങ്കിൽ അമ്മു എന്ന ചിത്രത്തിലും സുപ്രധാന വേഷം അവതരിപ്പിച്ചു. മണിരത്നം ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചതോടെ ആരാധകർക്കൊപ്പം താരമൂല്യം വർദ്ധിച്ചു. തഗ് ലൈഫിൽ കമൽഹാസനൊപ്പമാണ് ഐശ്വര്യ അഭിനയിക്കുന്നത്.